ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെറൂള, നമ്മുടെ റോഡരികിൽ പോലും സുലഭമായിട്ട് കാണുന്ന അത്യപൂർവ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് ചെറൂള. ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം ഇർവ ലനേറ്റ എന്നാണ്. സംസ്കൃതത്തിൽ ബദ്രിക എന്ന് വിളിക്കുന്നു. ഇത് നമുക്ക് ഒട്ടനവധി ഉപയോഗങ്ങളാണ്. അതായത് പ്രമേഹ രോഗികൾക്ക് ഇത് ഗുണം ചെയ്യും. പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് പറ്റും. റൊമാറ്റിക് കണ്ടീഷൻസിൽ ബോഡി പെയിൻ ഉണ്ടാവില്ലേ, ജോയിന്റ് പെയിൻ, സന്ധികളിലുണ്ടാകുന്ന വേദനകൾ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. അതുപോലെ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്, പിന്നെ ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ആ പ്രഗ്നൻസി പീരീഡിൽ ചിലപ്പോൾ ബ്ലീഡിങ് അല്ലെങ്കിൽ ചില സ്പോട്ടിങ് ഒക്കെ കാണില്ലേ, അത്തരം അവസ്ഥയിൽ ഉപയോഗിക്കാം. പിന്നെ സുഖപ്രസവത്തിന്, അമ്മയുടെയും കുഞ്ഞിന്റെയും സുഖമായ ആ ഗർഭിണി ചര്യ, ആ ഗർഭകാലത്തുണ്ടാകാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും തടഞ്ഞു നിർത്തുന്നതിന്, സുഖപ്രസവത്തിന്, അതുപോലെ ഗർഭസ്ഥ ശിശുവിന്റെ സുഗമമായ വളർച്ചയ്ക്ക് സഹായകമാകുന്ന ഒട്ടനവധി ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഓരോരോ കണ്ടീഷനിലും എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഇത് ആദ്യമായിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ നോക്കാം. അതായത് ഇതിന്റെ സ്വരസം എടുക്കാം, ഇടിച്ചു പിഴിഞ്ഞ നീര് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇത് കഷായം വെച്ച് സമൂലം പറിച്ചെടുത്ത് ഇതിന്റെ വേരും ഇലയും പൂവും എല്ലാം തണ്ടും എല്ലാം ഔഷധ ഗുണമുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് സമൂലം പറിച്ചെടുത്ത് കഷായം വെച്ച് ഉപയോഗിക്കാം. അതുപോലെ ഇതിന്റെ വേര് മാത്രമായിട്ട് പാൽക്കഷായം വെച്ച് ഉപയോഗിക്കാം. പിന്നെ ഇത് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് നമുക്ക് പാനജലായിട്ട്, ഇത് നമ്മൾ ജീരകമൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കില്ലേ, അതുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഏതേത് അവസ്ഥയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നാണ് ഇന്ന് വിശദമായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് ഒന്ന് പരിശോധിക്കണ്ടേ. അതായത് ആയുർവേദ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ശീതവീര്യമാണ്, തിക്തരസമാണ്, ലഘു സ്നിഗ്ധ ഗുണമാണ്, മധുര വിഭാഗമാണ്. ഓക്കെ, ബദ്രിക എന്നാണ് സംസ്കൃതത്തിൽ വിളിക്കുക. ഇർവ ലനേറ്റ എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. അമരാന്തേസെ ഫാമിലിയാണ്. ഓക്കെ, അതുപോലെ ഇത് ബലിതർപ്പണത്തിനൊക്കെ ഹിന്ദു ആചാരങ്ങളനുസരിച്ച് ബലിതർപ്പണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾ ഇതിന്റെ പൂക്കള് ചൂടിക്കഴിഞ്ഞാൽ ആയുസ് വർദ്ധിക്കുന്നതാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, ദശപുഷ്പങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ബ്രീഫ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ. ഇത് അധികം ഉയരത്തിൽ വളരില്ല, ഒരു 1-1.5 അടി ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ്. ഓക്കെ, ഇതിൽ ചെറിയ വെള്ള ഇങ്ങനെ ചീരയിലുണ്ടാവുന്ന പൂക്കൾ പോലെ പൂക്കളുണ്ടാവും. അതിനകത്തൊരു വിത്ത് ഉണ്ടാവും. ആ വിത്ത് വീണ്ടും ഇത് പൊട്ടിമുളച്ച് ധാരാളം അങ്ങനെ ഉണ്ടാവും. നമ്മുടെ വഴിയരിയിൽ വരെ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സസ്യമാണ്. അപ്പോൾ ഇത് ഏതേത് ഓരോരോ അവസ്ഥയിൽ എങ്ങനെ പ്രയോഗിക്കണം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ, വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. ഇത്തരം അറിവുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെയിലി രാത്രി 9 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോന്റെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഓക്കെ, പിന്നെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഷെയർ ചെയ്യാൻ മടിക്കരുത്. എല്ലാ ഗ്രൂപ്പിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇതിന്റെ 5 അത്യപൂർവ ഉപയോഗങ്ങൾ അല്ലേ, ഒന്നൊന്നായിട്ട് ആരംഭിക്കാം. അതായത് ഏറ്റവും ആദ്യം നമുക്ക് ഡയബറ്റിസ് പേഷ്യൻസിന്, പ്രമേഹ രോഗികൾക്ക് എങ്ങനെ പ്രയോഗിക്കാൻ നോക്കാം. ഇതിന്റെ ഇലയില്ലേ, കുരുന്നിലകൾ, ഇല മൊത്തം പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ചെടുത്തിട്ട് പറിച്ചെടുത്തിട്ട് ഒരു പിടി ഇല, അത് ഒരു ഗ്ലാസ്, കുഞ്ഞു ഗ്ലാസ് മോര്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അങ്ങോട്ട് അടിച്ചോ. മനസ്സിലായോ? ഈ മോര് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് കഴിക്കുക. അതായത് 1 മണിക്ക് ലഞ്ച് കഴിക്കുന്നുള്ളവരാണെങ്കിൽ ഒരു 12:30 ആകുമ്പോൾ ഈ ചെറുളയുടെ ഇല ചേർത്ത് അടിച്ചെടുത്ത 1 ഗ്ലാസ് മോര് അങ്ങോട്ട് കഴിക്കുക. ഓക്കെ, ഇത് നിത്യേന അങ്ങോട്ട് ശീലിക്കുകയാണെങ്കിൽ പ്രമേഹ രോഗം നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇല കൊണ്ടുള്ള ഉപയോഗമായി 1 കേട്ടോ. ഇനി ഇത് വേരടക്കം അങ്ങോട്ട് പറിച്ചെടുക്കുക. അതിൻ്റെ വേരും ഇലയും പൂവും എല്ലാം തണ്ടും എല്ലാം അടക്കം ഒന്ന് ചതച്ചിട്ടിട്ട് ഒരു 3-4 തണ്ട് മതി. വേര് കട പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ചതച്ചിട്ടിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കുളിക്കാനുള്ള വെള്ളം അങ്ങോട്ട് തിളപ്പിക്കുക. ഓക്കെ, ആ തിളപ്പിച്ച വെള്ളം സഹിക്കാവുന്ന ചൂടോടെ നമ്മൾ തൈലങ്ങളൊക്കെ നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള തൈലങ്ങൾ തേച്ച് 1 അരമണിക്കൂർ ഇരുന്നിട്ട് ഈ ചൂടുവെള്ളം വീഴ്ത്തി കുളിക്കുകയാണെങ്കിൽ വാദസംബന്ധമായ രോഗങ്ങളിൽ ഉണ്ടാകുന്ന സന്ധിവേദന, ജോയിന്റ് പെയിൻ ഉണ്ടാവില്ലേ, ആ വേദനകൾക്കൊക്കെ ആശ്വാസം ലഭിക്കുന്നതിന് പ്രകടമായ മാറ്റം തോന്നും. വളരെയായിട്ടുള്ള പ്രകടമായ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം ഈ തൈലാഭ്യംഗത്തിന് ശേഷം ചെറൂള സമൂലം പറിച്ചിട്ട് ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിച്ചാൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഉപയോഗമായില്ലേ. ഇനി നിങ്ങൾക്ക് യൂറിനറി സ്റ്റോൺ ഉള്ളവര്, അതുപോലെ കൂടെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുക, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളവരാണ്, ഇച്ചിരി ക്രിയാറ്റിൻ ലെവൽ കൂടുതലാണ്, ഇത്തരക്കാരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതൊരു 2-3 കട വേരോടെ പറിച്ചെടുത്തിട്ട്
അതിങ്ങനെ കൊത്തി നുറുക്കിയിട്ട് നന്നായിട്ട് കഴുകി അതൊരു പിടി 1-2 പിടി ഇട്ടിട്ട് ഒരു കലം വെള്ളം അങ്ങോട്ട് തിളപ്പിക്കുക. ഒരു കലം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2-2.5 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 2 പിടി അങ്ങോട്ട് ഇട്ടോന്നേ, ഒരു 2 കട അല്ലെങ്കിൽ 3 കട മൊത്തം പറിച്ചങ്ങോട്ട് ഇട്ടോ. അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. എന്നിട്ട് ആ വെള്ളം വെട്ടി തിളച്ച് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് തിളപ്പിക്കുക. അത് കഴിഞ്ഞാൽ ചണ്ടി അങ്ങോട്ട് അരിച്ചു മാറ്റിയിട്ട് ആ വെള്ളം കൂടെ ഓരോ ഗ്ലാസ് വീതം ഒരു 9 മണിക്ക് 5 മണിക്ക് ഇടയ്ക്ക് ഓരോ ഗ്ലാസ് ആയിട്ട് കുടിച്ചു തീർക്കുക. ഇത് ആർക്കൊക്കെ ഉപകാരപ്പെടുന്ന അറിയോ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, കൂടെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവര്, മൂത്രക്കടച്ചിൽ, മൂത്രപ്പഴുപ്പ്, മൂത്രച്ചൂട് എന്നൊക്കെ പറയുന്നില്ലേ, ഇത്തരം ബുദ്ധിമുട്ടുകൾ. അതുപോലെ കിഡ്നി സ്റ്റോൺ വന്ന് മാറും, വീണ്ടും വരും, പിന്നെയും മാറും, അങ്ങനെയുള്ളവരുണ്ട്. കിഡ്നി സ്റ്റോണിന് എപ്പോഴും ഒരു ടെൻഡൻസി ഉള്ളവർ, അതുപോലെ കിഡ്നി സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ, അതുപോലെ ക്രിയാറ്റിൻ ലെവൽ കൂടിയിരിക്കുന്നവർ, മറ്റു പല മരുന്നുകൾ ഉപയോഗിച്ച് അതിന്റെ സൈഡ് എഫക്റ്റ് ഒക്കെ ആയിട്ട് ക്രിയാറ്റിൻ കൂടിയിരിക്കുക, അതല്ലെങ്കിൽ പ്രമേഹം വളരെ കാലമായിട്ടുണ്ട്, ഇൻസുലിനൊക്കെ എടുക്കുന്ന കുറെ കാലമായിട്ട്, അത്തരക്കാർക്ക് ക്രിയാറ്റിൻ കൂടിയിരിക്കുന്നു. അവർക്കും ഈ സമൂലം പറിച്ചിട്ട് തിളപ്പിച്ച വെള്ളം പാനജലമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന്റെ ഇല പൊട്ടിച്ചെടുത്ത് മോര് അരച്ചെടുത്താൽ നമുക്ക് പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാം. സമൂലം പറിച്ചെടുത്ത് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ ഉപയോഗിക്കാം വാദസംബന്ധമായ രോഗങ്ങളിൽ. അതുപോലെ ഇതിന്റെ തണ്ട് കടയോടെ പറിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് പാനജലായിട്ട് കുടിക്കാം. ഈ യൂറിനറി ഇൻഫെക്ഷൻ, കിഡ്നി സ്റ്റോൺ, ക്രിയാറ്റിൻ, കിഡ്നി പ്രോബ്ലംസ്, ഇത്തരം രോഗാവസ്ഥകളിൽ. ഓക്കെ, ഇനിയുണ്ട് കേട്ടോ പ്രയോഗം. ഇനി നമുക്ക് ഗർഭിണികൾ ഒരു 7-ാം മാസം മുതൽ നമുക്കൊരു 7 മാസം കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ മാസത്തിലും ഓരോരോ പാൽക്കഷായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുൻ വീഡിയോകൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോകളും കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ, ഐ ബട്ടണിൽ കൊടുക്കാം. അത് താല്പര്യമുള്ളവർ കയറി കാണാം. ഓരോ 1-ാം മാസം മുതൽ 9-ാം മാസം വരെ ഓരോ മാസത്തിലും ഗർഭിണികൾ ശീലിക്കേണ്ടതായ പാൽക്കഷായം, അതാണ് പ്രതിവാദി. അതില് ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ടില്ലാത്തവരാണ്, കാലം കടന്നുപോയി, ഒരു 7 മാസം കഴിഞ്ഞു നിൽക്കുക. ഈ 7-ാം മാസം മുതൽ പ്രസവത്തിന്റെ തലേദിവസം വരെ ദിവസേന പാൽക്കഷായം വെച്ച് കുടിക്കാം. അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വേര്, ഇത് കടയോടെ അങ്ങോട്ട് പറിച്ചെടുക്കുക, എന്നിട്ട് അതിന്റെ വേര് മാത്രം കൊത്തിയെടുക്കുക. ആ വേര് നമുക്കൊരു 30 ഗ്രാം വേണം ഒരു കഷായത്തിന്, ഒരു 30 ഗ്രാം കണക്കാക്കി എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി കൊത്തി നുറുക്കി ചതച്ചിട്ട് ഒരു ശീലയിൽ ഇങ്ങനെ അയച്ച് കിട്ടുക. എന്നിട്ട് ഉരിപ്പാല് എന്ന് പറയുമ്പോൾ ഒരു 150 മില്ലി പാലിലേക്ക് ഒരു 300 ml വെള്ളം ഒഴിക്കുക. 150 മില്ലി പാല്, 300 ml വെള്ളം, 30 ഗ്രാം ഈ ചെറുള വേര് കഴുകി കൊത്തി നുറുക്കി ചതച്ചത് ഒരു പരുത്തി ശീലയിൽ കിഴിങ്ങനെ അയച്ച് കിട്ടുക. എന്നിട്ട് അത് ഇട്ട് തിളപ്പിച്ച് പാലളവാക്കി വറ്റിക്കുക. അതായത് ഒരു 1/3 വറ്റിക്കണം. അത് കഴിയുമ്പോൾ കിഴി അങ്ങോട്ട് പിഴിഞ്ഞ് കളയുക. എന്നിട്ട് അതിൽ ഇച്ചിരി മധുരം വേണമെങ്കിൽ ചേർക്കാം, നിർബന്ധമൊന്നുമില്ല. ഇത് രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുക. ഇനി രാവിലെ ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട്, ഭക്ഷണം കഴിഞ്ഞ് ഉടനെ കഴിക്കരുത്, പാൽക്കഷായം ആയതുകൊണ്ട്. ശ്രേഷ്ഠമായിട്ട് വിധിച്ചിട്ടുള്ളത് രാത്രി ഡിന്നർ കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം കഴിക്കാനാണ് പറയുന്നത്. ഇത് പതിവായിട്ടൊരു 7-ാം മാസം മുതൽ ഗർഭകാല പ്രസവ സമയം വരെ നിത്യേന കഴിച്ചാൽ സുഖപ്രസവമായിട്ട് സംഭവിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ആ കുഞ്ഞിന്റെ വളർച്ച, അമ്മയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള, പ്രസവ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് പീഡകൾക്കൊക്കെ ശമനം ലഭിക്കുന്നതിന് സഹായിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഉപയോഗമായി. ഇനി അടുത്ത പ്രയോഗം പറയാം. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗർഭിണികൾക്ക് ആ സമയത്ത്, ആ ഗർഭകാലത്ത് ചിലർക്ക് ഇങ്ങനെ ചെറുതായിട്ട് ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് സ്പോട്ടിങ് കാണുക, ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്, എല്ലാം ഭയാനകമായ ഒരു സംഭവമാണിത്. പലരും അഡ്മിറ്റ് ചെയ്യലും സ്കാൻ ചെയ്യലും ഒത്തിരി പാനിക് ആവാറുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ചെറുതായിട്ട് സ്പോട്ടിങ് അങ്ങനെ കാണുന്ന പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ സമയത്ത് ഇത് കടയോടെ പറിച്ചെടുക്കുക, ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. ഒരു 20 മില്ലി നീര് ഒരു സ്വല്പം തേനും ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിലും രാത്രി ഭക്ഷണത്തിന് മുൻപും, രാത്രി ഭക്ഷണത്തിന് ഒരു 1/2 മണിക്കൂർ മുമ്പ്, അതുപോലെ കാലത്ത് വെറും വയറ്റിൽ ഇങ്ങനെ നിത്യേന അങ്ങോട്ട് ശീലിക്കുക. അപ്പൊ ഈ സ്പോട്ടിങ് കാണുന്നത് നിൽക്കുന്നതിന് സഹായിക്കും. അപ്പോൾ അങ്ങനെ ആ സ്വരസമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ ഇലകൾ കൽക്കൻ അരച്ച് മോരിൽ കലക്കിയിട്ട് നമുക്ക് അങ്ങനെ കഴിച്ച പ്രമേഹം നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. സമൂലം പറിച്ചെടുത്ത് വെള്ളം തിളപ്പിച്ച് കുളിക്കാം. അതുപോലെ തന്നെ സമൂലം പാനജലായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ വേര് പാൽക്കഷായിട്ട് എടുക്കാന്ന് പറഞ്ഞു. ഇനി നമുക്ക് കിഡ്നി സ്റ്റോൺ, മൂത്രക്കല്ലുണ്ട് വയ്ക്കുക. ഒരു 6-7 mm അല്ലെങ്കിൽ 10-12 mm ഒക്കെ ഉള്ള കല്ലുള്ളവര്, അത് ഒരു 7 mm മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത്തിരി ക്രിട്ടിക്കലാണ്. പക്ഷെ ഇത് ഏതൊരവസ്ഥയായാലും നിങ്ങൾ നിങ്ങളുടെ ആയുർവേദ ഡോക്ടറിനെ നേരിട്ട് സമീപിച്ച് അതിന് വേണ്ടതായ ചികിത്സ സ്വീകരിക്കണം, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പൊടിക്കൈകളും ചെയ്യുമ്പോൾ കേട്ടോ. അതൊരിക്കൽ കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നിയമപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പ്. ഓക്കെ, അപ്പോൾ കിഡ്നി സ്റ്റോൺ കണ്ടീഷനിൽ ഒരു 4 mm ഒക്കെ ഉള്ള കല്ലാണ്, അല്ലെങ്കിൽ ഒരു 7 mm വരെയുള്ള കല്ലൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ട് മാത്രം അലിഞ്ഞു പോകും എന്ന് ഞാനിവിടെ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഇതതിന് സഹായകമാവും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് സമൂലം പറിച്ചെടുക്കുക, കഴുകി കൊത്തി നുറുക്കി ചതച്ച് ഒരു 60 ഗ്രാം വേണം ഒരു കഷായത്തിന്. 60 ഗ്രാം കഴുകി കൊത്തി നുറുക്കി ചതച്ചെടുക്കുക. അതിലേക്ക് ഒരു 1.25 ലിറ്റർ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1 ലിറ്റർ 200 മില്ലി വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു 300 ml ആയിട്ട് വറ്റിക്കുക. 300 ml ആയിട്ട് വറ്റിച്ച് കഴിയുമ്പോൾ ആ ചണ്ടി അരിച്ച് കളയണം.
ചെറുതീകരിച്ച് പതുക്കെ ചെറു തീയിൽ ഇങ്ങനെ കത്തിച്ച് വറ്റിച്ച് 1200 മില്ലി 300 മില്ലി ആയിട്ട് വറ്റിച്ച് കഴിയുമ്പോൾ ആ ചണ്ടി അരിച്ച് കളയുക. വീണ്ടും അത് കുറുക്കി വറ്റിച്ച് 150 മില്ലി ആക്കുക. ഓക്കെ, 150 മില്ലി ആയി കഴിയുമ്പോൾ അതിൽ 75 മില്ലി രാവിലെ ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ്, ബാക്കി 75 മില്ലി രാത്രി ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ്. ഇങ്ങനെ പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ഈ കിഡ്നി സ്റ്റോൺ അലിഞ്ഞു പോകുന്നതിന് സഹായിക്കും. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കണ്ട് അതിന് വേണ്ടതായ ചികിത്സകളും മരുന്നുകളും സ്വീകരിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ പലപ്പോഴും ക്ലിനിക്കിൽ വരുന്ന രോഗികളോട് ഇതും കൂടെ സേവിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട് ചില കണ്ടീഷനുകളിൽ. ഓരോരുത്തരുടെ രോഗാവസ്ഥയ്ക്കും ശരീരപ്രകൃതിക്കും അനുസരിച്ച് ഇങ്ങനൊരു ഉപയോഗം കൂടി ഈ ഔഷധ സസ്യത്തിന് ഉണ്ട് എന്ന് ഇവിടെ പറഞ്ഞു മാത്രം. ഓക്കെ, ഇത് സ്വയം ചികിത്സിക്കുന്നതിനോ മറ്റുള്ളവരെ ചികിത്സിക്കുന്നതിനായിട്ടോ നിങ്ങൾ ഉപയോഗിക്കരുത്. ഇത് നമ്മുടെ കേരളത്തിലെ പ്രാദേശികമായിട്ട് എല്ലാ റോഡ് സൈഡുകളിൽ പോലും സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു അമൂല്യ ഔഷധ സസ്യമാണ്. ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എർവ ലനേറ്റ എന്നാണ് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം. അമരാന്തേസെ ഫാമിലിയാണ്. ഭദ്രിക എന്നാണ് സാൻസ്ക്രിറ്റ് നെയിം. രസം തിക്തരസമാണ്, മധുര വിഭാഗമാണ്, ശീതവീര്യമാണ്, സ്നിഗ്ധ ലഘു ഗുണങ്ങളോട് കൂടിയതാണ്. ദശപുഷ്പങ്ങളിൽപ്പെട്ട ഒന്നാണ്. സ്ത്രീകൾ ശിരസിൽ ചൂടിയാൽ ഇത് ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു പറയുന്നു. അതുപോലെ ബലിതർപ്പണങ്ങൾക്ക് ഹിന്ദുക്കൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിത് കിഡ്നി സ്റ്റോണിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അതുപോലെ കിഡ്നി സംബന്ധമായ മറ്റ് രോഗാവസ്ഥകൾ, റുമാറ്റിക് പെയിന്, അതുപോലെ ഗർഭകാലത്തുണ്ടാകുന്ന ഗർഭസ്രാവം അതായത് സ്പോട്ടിങ്, ചെറുതായിട്ടുണ്ടാകുന്ന ബ്ലീഡിങ് നിയന്ത്രിക്കുന്നതിന്, അതുപോലെ സുഖപ്രസവത്തിന് സഹായിക്കുന്നതിന് ഇത്തരം ഈ ഔഷധ പ്രയോഗങ്ങൾ, ഈ ഒറ്റമൂലി എന്ന് വിളിക്കാം, ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇത് പലർക്കും മുന്നേ അറിയാവുന്ന കാര്യങ്ങളാണ് പലതും, ചിലതൊക്കെ ചിലർക്ക് പുതുതായിട്ട് അറിയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കറിയാത്ത പോലെ മറ്റാർക്കെങ്കിലും അറിയാത്തതായിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി ഈ വീഡിയോ എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഒരിക്കലും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെയിലി 9 മണിക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.